വിവാഹ ജീവിതത്തില് പ്രതീക്ഷകൾ ഇതൊരു ഭയങ്കര വലിയൊരു ടേമാണ്. എന്ന് പറഞ്ഞാല് ചിലർ വന്ന് പറയുന്ന കാര്യമാണ്, എന്റെ പ്രതീക്ഷയ്ക്കൊത്തല്ല എന്റെ മാരേജ് ലൈഫ്, അല്ലെങ്കിൽ മാരേജിന് മുന്നേ എനിക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അപ്പൊ പ്രതീക്ഷകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ പ്രതീക്ഷകൾ പലപ്പോഴും നമ്മുടെ തന്നെ ചോയ്സ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. പലതും ഇൻഹെറിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം, അല്ലെങ്കിൽ എന്റെ പാരന്റ്സ് ഇങ്ങനെ ആയിരുന്നു, ഒന്നുകിൽ അങ്ങനെ ആവണം, അല്ലെങ്കിൽ അങ്ങനെ ആവാൻ പാടില്ല, ഇങ്ങനെയുള്ള ചില ചില കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഈ പ്രതീക്ഷകൾ പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാറുമില്ല. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവിടെ സ്നേഹത്തെക്കാൾ ഉപരി പ്രഷറാണ് ഫീൽ ചെയ്യുക. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, എന്താന്ന് മനസ്സിലാവുന്നില്ല, പക്ഷെ പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അറിഞ്ഞു ചെയ്തെങ്കിൽ, കണ്ട് ചെയ്തെങ്കിൽ എന്നൊക്കെ പറയുന്ന കാര്യം തീർച്ചയായും മറ്റേയാൾക്ക് മനസ്സിലാവണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണെങ്കിലും, പ്രതീക്ഷകൾ എന്നുള്ളത് എപ്പോഴും നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ശരിക്കും അനിവാര്യമായ അല്ലെങ്കിൽ കറക്റ്റ് ആയ ഒരു പ്രതീക്ഷയാണോ എന്നുള്ളതും, അതുപോലെ തന്നെ ഞാനിത് ശരിക്കും അപ്പുറത്തിരിക്കുന്ന ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ട, അല്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് പ്രവിത.